പാലക്കാട്ടെ MLA-യുമായി ബന്ധപ്പെട്ട ഒരു പുതിയ വാർത്ത കൂടി നമ്മുടെ മുൻപിലേക്ക് വരികയാണ്. ആ വാർത്ത ഇങ്ങനെയാണ്: രാഹുൽ മാങ്കൂട്ടത്തിൽ മുങ്ങിയതിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സിനിമാ താരത്തെ ചോദ്യം ചെയ്തിരിക്കുന്നുവെന്നാണ്, ചലച്ചിത്ര നടിയെ ചോദ്യം ചെയ്തിരിക്കുന്നുവെന്നാണ് ഇപ്പോൾ നമുക്കറിയാൻ കഴിയുന്നത്. വിവരങ്ങളുമായി സച്ചിൻ എന്നോടൊപ്പം ചേരുകയാണ്. സച്ചിൻ, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ഈ ചുവന്ന പോളോക്കാറാണല്ലോ ആ നടിയുടേതല്ലേ? അതുമായി ബന്ധപ്പെട്ടാണല്ലോ ഇപ്പോൾ അവരിൽ നിന്ന് അന്വേഷണ സംഘം വിവരങ്ങൾ തേടിയിരിക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് നടി പറഞ്ഞതെന്നാണ് ഇപ്പോൾ നമുക്കറിയാൻ കഴിയുന്നത്? എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? മനു, തീർച്ചയായും. കാരണം നടി ഈ കേരളത്തിലല്ല, പുറത്താണ്, കേരളത്തിന് പുറത്താണ്. അതിനാൽ തന്നെ SIT സംഘം ടെലിഫോണിലൂടെയാണ് നടിയിൽ നിന്നും വിവരങ്ങൾ തേടിയിട്ടുള്ളത് എന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചത്. പ്രധാനമായും നടി നൽകിയിരിക്കുന്ന വിവരം, അതായത് രാഹുൽ തൻ്റെ അടുത്ത സുഹൃത്താണ്, അതിനാലാണ് കാർ കൊടുത്തത് എന്ന കാര്യമാണ് നടി ഇപ്പോൾ SIT സംഘത്തിന് നൽകിയിരിക്കുന്നത്. ഇത്തരത്തിൽ കൃത്യമായ രീതിയിൽ തന്നെയാണ് അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം പാലക്കാട് കണ്ണാടിയിൽ നിന്നും രാഹുൽ മുങ്ങിയത് ചുവന്ന പോളോ കാറിലാണ്. ആ കാർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഇത് ഒരു യുവനടിയുടെ കാറാണെന്ന് കണ്ടെത്തിയത്. യുവനടി പാലക്കാട്ടെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭവന നിർമ്മാണ പദ്ധതിയുടെ ഉദ്ഘാടനത്തിന്, അതായത് തറക്കല്ലിടലിന് 1 മാസം മുൻപ് എത്തിയിരുന്നു. ആ സമയത്ത് ഈ കാറാണ് ഉപയോഗിച്ചിരുന്നത്. അതിനുശേഷം പാലക്കാട് നിന്നും ഈ കാറ് കൊണ്ടുപോയിട്ടില്ല എന്ന് തന്നെയാണ് അറിയാൻ വേണ്ടി സാധിച്ചത്. 1 മാസത്തോളം കാറ് പാലക്കാട് ജില്ലയിൽ തന്നെ ഉണ്ടായിരുന്നു. അത് 2 ആഴ്ചയോളമായി രാഹുൽ താമസിക്കുന്ന പാലക്കാട്ടെ ഫ്ലാറ്റിലും അതിനു മുൻപ് പാലക്കാട്ടെ ചില കോൺഗ്രസ് നേതാക്കളുടെ വീട്ടിലൊക്കെ ആ കാർ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ മുതിർന്ന കോൺഗ്രസ് നേതാക്കളെ അടക്കം ചോദ്യം ചെയ്യുമെന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചത്. പ്രധാനമായും രാഹുലിനെ രക്ഷപ്പെടാൻ വേണ്ടി ഈ കോൺഗ്രസ് നേതാക്കളൊക്കെ സഹായം ചെയ്തിട്ടുണ്ടോ എന്ന കാര്യവും അന്വേഷണ സംഘം അന്വേഷിക്കുന്നുണ്ട്. കൃത്യമായ രീതിയിൽ തന്നെയാണ് അന്വേഷണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രധാനമായും നമുക്കറിയാം, രാഹുലിനെതിരെ ഒരു 3 മാസം മുൻപ് ആരോപണങ്ങൾ, അതായത് പരാതികൾ അടക്കം ഉയർന്നു വന്ന സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് നിന്നും മുങ്ങിയിരുന്നു. അടൂരിലെ വീട്ടിൽ 1 മാസത്തോളം ഒളിച്ചു താമസിക്കുകയായിരുന്നു. അതിനുശേഷം രാഹുൽ പാലക്കാട് മണ്ഡലത്തിലെത്തുന്നത് PR വർക്കുകളുടെയൊക്കെ മറയാക്കിക്കൊണ്ടാണ്. പ്രധാനമായും ഷാഫി പറമ്പിലിൻ്റെ ഒരു രഹസ്യമായ നീക്കങ്ങളുടെ ഭാഗമായി ആദ്യം യോഗങ്ങളിലൊക്കെ അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ മറ്റ് സംഘടനകളുടെ യോഗങ്ങളിൽ രാഹുലിനെ പങ്കെടുപ്പിക്കുന്നു. പിന്നീടാണ് PR വർക്ക് സജീവമായി പാലക്കാട് മണ്ഡലത്തിൽ ഉപയോഗിക്കുന്നത്. ഇതിന് പിന്നിൽ രാഹുലും അതേപോലെ തന്നെ ഷാഫി പറമ്പിലൊക്കെയാണ് എന്ന് തന്നെയാണ് അറിയാൻ വേണ്ടി സാധിച്ചത്. ഈ PR വർക്കിൻ്റെ ഭാഗമായി ചില മുതലാളിമാരെയൊക്കെ കൂട്ടുപിടിച്ചുകൊണ്ട് പാലക്കാട് നഗരത്തിൽ ചില ഭവന പദ്ധതികളുടെ ഒരു നിർമ്മാണ ഉദ്ഘാടനങ്ങളൊക്കെ രാഹുലിൻ്റെ നേതൃത്വത്തിൽ നടന്നിരുന്നു. അതിൽ നിരവധി സിനിമാ താരങ്ങളെയാണ് രാഹുലിൻ്റെ ഇമേജ് വർദ്ധിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്നതെങ്കിൽ പോലും അതൊക്കെ തകർന്നു വീഴുകയാണ് ഉണ്ടായിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ യുവനടി പാലക്കാട് എത്തുന്നത്. തുടർന്നാണ് ഈ കാറ് പാലക്കാട് തന്നെ വെക്കുന്നത്. അതിനുശേഷമാണ് ഇപ്പോൾ പരാതിക്ക് പിന്നാലെ രാഹുൽ രക്ഷപ്പെടുന്നത് ചുവന്ന പോളോ കാറിലായിരുന്നു. തുടർന്ന് കാർ കേന്ദ്രീകരിച്ച് നടന്ന അന്വേഷണത്തിലാണ് ബാംഗ്ലൂരിലുള്ള യുവനടിയുടേതാണ് കാറ് എന്ന് കണ്ടെത്തിയത്. അങ്ങനെയാണ് ഇപ്പോൾ SIT സംഘം യുവനടിയിൽ നിന്നും വിവരങ്ങൾ തേടിയിട്ടുള്ളത്. മനു.